സാറ് ഒരു കലാകാരൻ എന്ന നിലയിൽ ഇത്രയും നാൾ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. പക്ഷേ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ എങ്ങനെയാണൊന്ന് വിലയിരുത്തുന്നത്? എനിക്ക് ചോദിക്കാനുള്ള അതല്ല, അങ്ങ് ഒരു ഇലക്ഷനെ അഭിമുഖീകരിച്ചത് അത്ര നല്ലതായിരുന്നോ ഒരു കലാകാരൻ എന്ന നിലയിൽ? സാർ അതിനെ എങ്ങനെ നോക്കി കാണുന്നു? ഇലക്ഷനിൽ നിന്നത് നല്ലതായിരുന്നു, അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ചോദിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കാര്യങ്ങളാണെങ്കിൽ മധുരയ്ക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ എന്ന് പാടാമായിരുന്നു. ഇപ്പോൾ മണിക്കുട്ടൻ ചോദിക്കുന്നത് അസോസിയേറ്റ് ഡയറക്ടർ എന്ന നിലയ്ക്കാണ് ചോദിക്കുന്നത് അല്ലേ? കൈപ്പേറിയ ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ പത്തനാപുരത്തിൻ്റെ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ എന്ന് ഞാൻ പാടുമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റി. കൈപ്പേറിയ അനുഭവങ്ങളൊന്നുമല്ല, ജീവിതത്തിലെല്ലാം നല്ല അനുഭവങ്ങളാണ്. കാരണം തിരഞ്ഞെടുപ്പിൽ നിന്നത് ശരിയായോ എന്ന് ചോദിച്ചു പലരും എന്നോട് ചോദിച്ചു. അതെ അതെ, അതിൻ്റെ ആവശ്യമുണ്ടോ? കലാകാരൻ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ സ്വത്താണ്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ലേബലിൽ തളച്ചിടേണ്ട ആളല്ല കലാകാരൻ എന്നൊരു പക്ഷം ശക്തമായിട്ടുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. അതേ അവസരത്തിൽ ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ക്രേസിൻ്റെ പേരിൽ വന്ന ആളല്ല ഞാൻ എൻ്റെ കോളേജ് ഡേയ്സിൽ സജീവമായിട്ട് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. എൻ്റെ നിങ്ങളിപ്പോൾ ചോദിക്കുന്ന, ഇപ്പോൾ നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടിയുള്ള കഥ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചോദിക്കുന്നത്. അതെ അതെ സർ. എന്നാൽ പോലും ഞാൻ രാഷ്ട്രീയം ഇതിൽ പരാമർശിക്കുന്നില്ല. രാഷ്ട്രീയം വേണമെങ്കിൽ എനിക്ക് പരാമർശിക്കാം, ആരെയും ബാധിക്കാത്ത തരത്തിൽ പരാമർശിക്കാം. പക്ഷേ ഇവിടെ ഞാൻ രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. ഒരു കാര്യം പറയാം, കോളേജിൽ സജീവമായ രാഷ്ട്രീയത്തിൽ ഞാനുണ്ടായിരുന്നു. ഗവൺമെൻറ് ആർട്സ് കോളേജിൽ 3 വർഷം ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. മാരിവാനിയസ് കോളേജിലെ യൂണിയൻ ചെയർമാനായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ചെയർമാൻ ആവുക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള ഒരു വിദ്യാർത്ഥിക്കായിരിക്കും ഈ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള അവസരം മത്സരിക്കുക. ഞാൻ കോളേജിലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ജയിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. വ്യക്തമായ രാഷ്ട്രീയത്തിന്റെ പേരിൽ തന്നെ സാർ വിജയിച്ചത്. രാഷ്ട്രീയത്തിന്റെ അവിടെ കലാകാരൻ നിലയിലല്ലല്ലോ. അല്ല, കലാകാരൻ എന്ന പരിഗണന എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ ഞാൻ പരാമർശിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഞാൻ മത്സരിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് എൻ്റെ സീറ്റ് മാത്രമേ ഈ 3-ാം വർഷം ആർട്സ് ക്ലബ് സെക്രട്ടറി ആയപ്പോൾ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ സീറ്റുകളും ഞാൻ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ എതിർ പ്രസ്ഥാനത്തിനാണ് എല്ലാ സീറ്റുകളും കിട്ടിയത്. എൻ്റെ സീറ്റ് മാത്രം ജയിച്ചു. ആർട്സ് ക്ലബ് സെക്രട്ടറി മാത്രം ജഗദീഷായി. അപ്പൊ അത് ഒരു രാഷ്ട്രീയ ചായ്വ് മാത്രമല്ലല്ലോ സാർ, കലാകാരൻ എന്ന നിലയിലല്ലേ സാർ ജയിച്ചത്? ആ ഒരു പരിഗണന ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് ഉത്തരം അത് തന്നെയാണ്. കാരണം വെച്ചാൽ കലാകാരൻ എന്നുള്ള ഒരു പരിഗണനയും കൂടെ എനിക്ക് ലഭിച്ചു. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പോൾ രാഷ്ട്രീയം നോക്കിയല്ല നിനക്ക് വോട്ട് ചെയ്യുന്നത്, ഇത് കലാകാരൻ എന്ന നിലയിൽ നിനക്ക് വോട്ട് തരാം. ആ കാലത്ത് സാറ് സജീവമായിട്ടുണ്ടായിരുന്നത് നാടകം, മിമിക്രി എല്ലാത്തിലും സജീവമായിട്ട് മിമിക്രി. ഞാൻ കോളേജിൽ ബെസ്റ്റ് ആക്ടറായിരുന്നു. മാരിവാനിയസ് കോളേജിലാണെങ്കിൽ ഞാൻ ബെസ്റ്റ് ആക്ടറായിരുന്നു, മിമിക്രി ഫസ്റ്റ്, മോണാക്ട് ഫസ്റ്റ്, ടാബ്ലോ ഫസ്റ്റ്. ഓരോന്നും പറഞ്ഞുതരാം. ടാബ്ലോയ്ക്ക് ഞാൻ എടുത്തത് മോസസ് അറ്റ് മൗണ്ട് സിനോയ്, 10 കൽപ്പനകളുമായി വരുന്ന മോസസ്. ബാക്ക്ഗ്രൗണ്ട് അനൗൺസ്മെൻ്റ് ഉണ്ട്, ഐ ആം മോസസ് ആൻഡ് ദീസ് ആർ മൈ 10 കമാൻഡ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് ടാബ്ലോയിൽ നിൽക്കുന്ന എനിക്ക് ഫസ്റ്റ് കിട്ടി. പിന്നെ ഗ്രൂപ്പ് മ്യൂസിക്ക് സമ്മാനം കിട്ടി. ലൈറ്റ് മ്യൂസിക്കിന് ജീവിതത്തിൽ ഇതുവരെ സമ്മാനം കിട്ടിയിട്ടില്ല. ആവേശത്തോടെ മത്സരിച്ചിട്ടുണ്ട്. അത് വിധികർത്താക്കൾക്ക് നല്ല വിവരമുള്ളതുകൊണ്ട് ഒരിക്കലും സമ്മാനം. സാറ് രാഷ്ട്രീയത്തിലും സിനിമയിലും സജീവമായി പ്രവർത്തിച്ചു എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഈ 2 മേഖലയിലും നമ്മളൊരു സ്ഥാനത്ത് എത്തണം എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ സ്ഥാനത്തെത്താൻ വേണ്ടി ദുർഗണം പിടിച്ച വഴികൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രയാസകരമായി തോന്നിയത് സിനിമയിലാണോ അതോ രാഷ്ട്രീയത്തിലാണോ? നല്ല ചോദ്യമാണ്. ഖാദറിൻ്റെ ചോദ്യത്തിന് അതിന് പ്രസക്തിയുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാനുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ സിനിമാ രംഗത്താണോ കൂടുതലുള്ളത് അതോ രാഷ്ട്രീയ രംഗത്താണോ കൂടുതലുള്ളതെന്നാണ് ഖാദറിൻ്റെ ചോദ്യം. രാഷ്ട്രീയ രംഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് തന്നെ വിനയായി തീർന്നിട്ടുണ്ടെങ്കിൽ പാരയായി തീർന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ചാനലിൻ്റെ അഭിമുഖമായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ
ഒരു പാർലമെൻറ്റ് മെമ്പർ ആവുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത ആൾ ചോദിച്ചു, വളരെ ഒരു വലിയ ലീഡിങ് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, അപ്പോൾ ഒരിക്കലും നിയമസഭയിൽ മത്സരിക്കില്ല? ഇല്ല, ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, നിയമസഭയിൽ മത്സരിക്കില്ല. നാളെ വേണമെങ്കിൽ നിങ്ങൾ ഈ അഭിമുഖം, ഞാൻ നിയമസഭയിൽ മത്സരിക്കുകയാണെങ്കിൽ ഈ അഭിമുഖം എടുത്ത് പ്രേക്ഷകരുടെ മുന്നിൽ കാണിച്ചോളൂ. എനിക്ക് MP ആയാൽ മതി, MLA ആവുക എന്നുള്ളതിൻ്റെ സ്വപ്നമേ അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ മത്സരിച്ച ആ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ അത് ആയുധമാക്കി. കാരണം അങ്ങനെ വാക്കുമാറുന്ന ഒരാൾ നിങ്ങളെങ്ങനെ വിശ്വസിക്കും? അദ്ദേഹം പറഞ്ഞത് MP ആകണമെന്നാണ്. ഇപ്പോൾ വീണ്ടും MLA ആകാൻ വരുന്നു എന്ന ചോദ്യം ഉന്നയിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും വടി കൊടുത്ത് അടി വാങ്ങിയെന്ന് പറഞ്ഞ പോലെ ഞാൻ തന്നെ അങ്ങനെ ഒരു നിലപാട്, പക്ഷേ ഞാൻ അങ്ങനെ ഒരു നിലപാട് ആ സമയത്ത് പറഞ്ഞപ്പോൾ സത്യസന്ധമായിട്ട് തന്നെ ആത്മാർത്ഥതയോടെയാണ് ഞാൻ പറഞ്ഞത്. കാരണം എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒരു സ്വപ്നങ്ങളുമില്ല, അതും പറയാൻ കേട്ടോ. രാഷ്ട്രീയ രംഗത്ത് ഇനി അടുത്തെന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു തവണ കൂടെ ട്രൈ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചേക്കാം. അന്ന് എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് MP ആവുക എന്നായിരുന്നു. അതിന് സീറ്റ് കിട്ടിയില്ല. ഈ ചോദിച്ച പോലെ കിട്ടാൻ വലിയ പാടാണ്. കാരണം ഈ രാഷ്ട്രീയ രംഗത്ത് ഒരുപാട് വർക്ക് ചെയ്തവർ, എന്താ പറയുക, വെളുക്കുന്നത് മുതൽ രാത്രി വരെ, അർദ്ധരാത്രി വരെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, അവരവരെ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ഒട്ടിച്ച് വെള്ളം കോരിയും ഒക്കെ നടക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ എൻട്രി നടത്തിയാൽ അത് സീനിയോറിറ്റി മറികടക്കലാണ്. അവിടെ ഞാൻ പാർലമെൻറ്റ് മെമ്പറാകാൻ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ പോലും എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എത്രയോ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് എല്ലാ പാർട്ടികളിലും, ഏതെങ്കിലും ഒരു പാർട്ടിയിലല്ല ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. പിന്നെ അവിടെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെക്കാൾ ഒരു സിനിമാ നടൻ എന്ന കെയർ ഓഫിൽ കൂടുതൽ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന ചിന്തയാണ് പലപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികളെ, ഈ കലാകാരന്മാരെ നിർത്തുന്നതിന്, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് നയിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ MP ആകാൻ ആഗ്രഹിച്ചു. MLA ആകാനുള്ള ഒരു അവസരം വന്നപ്പോൾ അത് ഒരു നല്ല സമ്മർദ്ദം ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാം. അത് ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ആയിക്കോളാം എന്ന് പറഞ്ഞതല്ല. മണിക്കുട്ടൻ ചോദിച്ചതിനുള്ള ഉത്തരവാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രഷർ ഉണ്ടായിരുന്നു. കാരണം ഞാൻ മത്സരിച്ച മണ്ഡലത്തിൽ ഒരു നല്ല കാൻഡിഡേറ്റ് വേണം എന്നുള്ള ഒരു ആവശ്യം വന്നപ്പോൾ, എൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ വഴങ്ങിയില്ല. എനിക്ക് 2-3 കാര്യങ്ങളിൽ പ്രയാസം ഉണ്ടായിരുന്നു. ഒന്ന്, ഞാൻ പറഞ്ഞു എനിക്കൊരു പാർലമെൻറ്റ് മെമ്പർ ആവുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. 2, പിന്നെ ഈ സിനിമാ രംഗത്തുള്ള ഒരാൾക്ക് എതിരെ തന്നെ മത്സരിക്കേണ്ടി വരിക എന്നൊക്കെ പറയുമ്പോൾ അതും എനിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ വേറെ 2, ഞാൻ എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് കാര്യങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. കുറേ ഫ്രണ്ട്സ് പറഞ്ഞു അതല്ല, തീർച്ചയായിട്ടും മത്സരിക്കണം, ജയിക്കുക പരാജയപ്പെടുക അതൊന്നും വിഷയമല്ല, ഒരു നാഷണൽ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആകാനുള്ള അവസരം കിട്ടുന്നത് പോലും ഭാഗ്യമാണ്, ആ അവസരം വേണ്ടെന്ന് വെക്കരുത് ജഗദീഷ് എന്നൊരു വിഭാഗം. വേറൊരു വിഭാഗം പറഞ്ഞത് ഒരിക്കലും മത്സരിക്കേണ്ട, വിട്ടേക്ക്, രാഷ്ട്രീയം അത് ഉള്ളിലിരുന്നാൽ മതി, രാഷ്ട്രീയ രംഗത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ജഗദീഷ് കടന്നു വരണ്ട. അപ്പോൾ 2 പക്ഷം. അപ്പോൾ അതിൽ ഈ ഫ്രണ്ട്സ് ഒരു പറഞ്ഞൊരു സീറ്റാണ്, നന്നായിട്ട് മത്സരിക്കുക. അങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ ഞാൻ സ്ട്രോങ് ആയിട്ട് പ്രഷർ വന്നപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്തൊക്കെ മാനസികമായിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായി. എന്ത് ചെയ്യണം, മത്സരിക്കണോ, ടു ബി ഓർ നോട്ട് ടു ബി, ടു ബിക്കം എ കാൻഡിഡേറ്റ് ഓർ നോട്ട്, മത്സരിക്കണോ വേണ്ടേ, മാനസികമായ ഒരുപാട് സമ്മർദ്ദം, ഹാംലെറ്റിനെ പോലെ മാനസിക സംഘർഷമായിട്ട് നടന്നു. അവസാനം മത്സരിക്കാൻ തീരുമാനിച്ചു. അല്ല സാർ ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്ത്? അത് ഓവർകം ചെയ്തത് ഞാൻ പറഞ്ഞില്ല, നല്ല പ്രഷർ കൂടിയ ഫോഴ്സ് അപ്ലൈ ചെയ്ത ആൾക്കാർ കൂടുതൽ മത്സരിക്കണമെന്ന പക്ഷക്കാർക്ക് കൂടുതൽ എന്താ പറയുക, അവരുടെ എണ്ണത്തിലും വണ്ണത്തിലും കൂടുതലായിരുന്നു അവർ. ദുർഘടം പിടിച്ച അവസ്ഥ രാഷ്ട്രീയം തന്നെയാണ് സിനിമയൊക്കെ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അല്ല, ഏത് രംഗത്തും പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ട്. അത് നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്ന ഒരാൾ മത്സര രംഗത്ത് പരാജയപ്പെട്ടാൽ എല്ലാം തീർന്നു എന്ന് വിചാരിച്ചാൽ പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം ആ പരാജയം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലും എന്നെ തളർത്തിയിട്ടില്ല. സിനിമാ രംഗത്തായിരുന്നാലും കലാരംഗത്തായിരുന്നാലും സാഹിത്യ രംഗത്തായിരുന്നാലും രാഷ്ട്രീയ രംഗത്തായിരുന്നാലും പൊതുപ്രവർത്തന രംഗത്തായാലും എന്നെ തളർത്തിയിട്ടില്ല. ആ പരാജയം എന്ന് പറയുന്നത് ഞാനൊരു പുഞ്ചിരിയോടെ നേരിടുന്നു. അതിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നു, എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്നത് ഞാൻ നന്നായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ട്. സാർ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് പറയാനുള്ള എന്താ പറയുക, സാറിപ്പം പറഞ്ഞില്ലേ ഞാൻ അടുത്ത പ്രാവശ്യം മത്സരിക്കില്ല എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ സാറ് പറയരുത്. സാർ അടുത്ത പ്രാവശ്യം മത്സരിക്കണം, മത്സരിച്ചാൽ ജയിക്കും എന്ന് ഉറപ്പാ. അല്ല, ഈ പറഞ്ഞതുപോലെ മൊയ്തീൻ പറഞ്ഞതുപോലെ മത്സരിക്കില്ല എന്ന്
ഉറക്കെ പറഞ്ഞ് ഇത് രേഖയാണ്. അത് രേഖയാണ്. പിന്നെ എപ്പോഴെങ്കിലും മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും വാക്ക് മാറുന്നു. അതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്നൊന്നുമല്ല, മത്സരിക്കാൻ യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് രംഗം എന്ന് പറയുന്നത് മണിക്കുട്ടൻ ചോദിച്ച പോലെ അത്രത്തോളം ഒരു 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 ആവേശമുണ്ടെങ്കിൽ മാത്രം ഇറങ്ങേണ്ട സംഭവമാണ്. ഒരു കാര്യം ഞാൻ പറയാം, ജയിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ അവസ്ഥയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോലും ഉണ്ടാവില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 100% ജനങ്ങളുടെ കൂടെ നിൽക്കണം. പിന്നെ കലാരംഗത്ത് പ്രവർത്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എവിടെയെങ്കിലും ഒരിടത്താണെങ്കിൽ അതിൽ ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ജയിച്ചിരുന്നെങ്കിൽ ഞാൻ 100% രാഷ്ട്രീയക്കാരനായി മാറിയത്. സാർ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ സാറിന് ഈ നമുക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നതാണോ അതോ കലാകാരനായി നിൽക്കുന്നതാണോ ഏറ്റവും ഉചിതമായിട്ട് സാറിന് തോന്നിയത് ഏതാണ്, പ്രയാസമില്ലാത്തത്? കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയ രംഗത്താണ്. കാരണം ജനങ്ങളുടെ സ്വത്താണ്. കലാരംഗത്ത് നമ്മളൊരു കലാസൃഷ്ടിയിലൂടെ ജനങ്ങളെ ആകർഷിച്ചാൽ മതി, അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്തിയാൽ മതി. രാഷ്ട്രീയക്കാരന് ഈ ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്കും അവൻ പരിഹാരം കണ്ടെത്തണം. വെള്ളമില്ലെങ്കിൽ വെള്ളം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം, കറണ്ട് ഇല്ലെങ്കിൽ കറണ്ട് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം, ആരോഗ്യരംഗത്ത് അവൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കണം, റോഡുകൾ, ഇങ്ങനെ ഓരോ ദിവസവും ചെയ്യേണ്ട 100 കണക്കിന് കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് എവിടെയാണ് കലാരംഗത്ത് പ്രവർത്തിക്കാൻ സമയം കിട്ടുക? ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അതല്ല. ഒരു സിനിമയിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അയാൾ ഒരു സീരിയലിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഷോ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക. നമ്മുടെ സമയത്തിന് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. നമ്മൾ സമയമുണ്ടെങ്കിൽ അവതരിപ്പിക്കാമെന്ന് പറയുന്നു, നമ്മൾ സമയമില്ലെങ്കിൽ നമ്മൾ വരുന്നില്ല, നമുക്ക് ആ പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമില്ല, ആ സിനിമ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഒഴിയാം. ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ പൈപ്പ് വെള്ളം വേണമെന്ന് പറഞ്ഞിരുന്നാൽ എനിക്ക് സമയമില്ലെന്ന് പറയാൻ പറ്റില്ല, ഞാൻ നാളെ ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഞാൻ നാളെ ദുബായിലാണെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞോലാണ് ഇപ്പൊ അധികം രാഷ്ട്രീയത്തിലില്ലേ? അല്ല, എന്റെ കാര്യം ഞാൻ പറയും, മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തപരമായ കാര്യങ്ങൾ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നതാണ് എന്നുള്ളതാണ് സാറിന്റെ ഒരു. തീർച്ചയായിട്ടും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുമ്പോൾ 100% ഉത്തരവാദിത്തങ്ങൾ. അല്ല സാറേ, ഇപ്പം നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ കാര്യം പറഞ്ഞു, സിനിമയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ വരുന്ന ഭാവി തലമുറയുടെ വിധികർത്താവ് എന്നൊരു വേഷം അണിഞ്ഞുകൊണ്ട് സാർ ഇപ്പം ചാനലിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിധികർത്താവിനെ സാർ എങ്ങനെ നോക്കി കാണുന്നു? അല്ല, റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് റിയാലിറ്റി ഷോസിനോട് എതിർപ്പുള്ളവരുണ്ട്. കാരണം അത് കൂടുതൽ മാനസിക സമ്മർദ്ദം കണ്ടസ്റ്റൻസിന് കൊടുക്കുന്നു. ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോൾ അയാൾ ഇന്നാവുമോ ഔട്ടാവുമോ എന്നുള്ളത് അയാൾക്ക് ഒരുപാട് മാനസിക സംഘർഷം കൊടുക്കുന്നു. ആ റിയാലിറ്റി ഷോയിലൂടെ കടന്നു വരുന്ന ഒരാൾ, അല്ലെങ്കിൽ വിന്നറാകുന്ന ഒരാൾ യഥാർത്ഥത്തിൽ നല്ല ഗായകനാകണമെന്നില്ല. ജനങ്ങളുടെ വോട്ടിങ്ങിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് കൂടുതൽ കഴിവ് വേണമെന്നില്ല എന്നൊരു പക്ഷം. വേറൊരു പക്ഷം റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഒരു എക്സ്പോഷർ. നമുക്ക് എൻ്റെ കാലത്ത്, എൻ്റെ വിദ്യാഭ്യാസ കാലത്തൊന്നും എനിക്ക് കിട്ടാതിരുന്ന കാര്യങ്ങളാണ്, സൗകര്യങ്ങളാണ് റിയാലിറ്റി ഷോയിലൂടെ കിട്ടുന്നത്. നമുക്ക് ഒരു കലാപരിപാടി അവതരിപ്പിക്കാൻ, നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാൻ ഒരു വേദി കിട്ടുന്നു. ആ വേദി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകരിലെത്തുന്നു. അതെത്തുമ്പോൾ പ്രേക്ഷകർ തന്നെ അയാളെ തിരിച്ചറിയുന്നു. അയാൾക്ക് പ്രൈസ് കിട്ടിക്കോട്ടെ, ചിലപ്പോൾ പ്രൈസ് കിട്ടിയില്ല എന്നിരിക്കും, പക്ഷേ പ്രേക്ഷകർ ഒരു പ്രതിഭയെ തിരിച്ചറിയാൻ ഉള്ള അവസരമാണ് റിയാലിറ്റി ഷോ. ഇപ്പോൾ കോമഡി പരിപാടികളിൽ റിയാലിറ്റി ഷോയുടെ ജഡ്ജാകുമ്പോൾ ഞാൻ പറയുന്ന ജഡ്ജ്മെൻറ്റിൽ ചിലർക്കൊക്കെ എതിരഭിപ്രായമുണ്ട്. ജഗദീഷ് വളരെ ലിബറലായിട്ട് മാർക്കിടുന്നു, ഒരു ശരാശരി പ്രോഗ്രാമിന് അതിനേക്കാൾ ഒരു 5 മാർക്ക് കൂടുതൽ കൊടുക്കുന്നു എന്ന് ആരോപണം ഉന്നയിക്കുന്നവരുണ്ട് ഒരു പക്ഷം. വേറൊരു പക്ഷം എന്നോട് പറയുന്നു ജഗദീഷ് ചെയ്യുന്ന വലിയ കാര്യമാണ്. കാരണം അവർക്ക് വേണ്ട, അവർ ഒരു എന്നിലെ അധ്യാപകൻ ഈ റിയാലിറ്റി ഷോയിലെ ജഡ്ജിനെ സ്വാധീനിക്കുന്നുണ്ട്. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയെ എങ്ങനെയെങ്കിലും നന്നാക്കി രക്ഷപ്പെടുത്താനുള്ള വഴിയാണ് അധ്യാപകൻ നോക്കേണ്ടത്. അവനെ തോൽപ്പിച്ചാലേ അവൻ പഠിക്കും എന്ന് പറയുന്നതിൽ ശരിയില്ല. അവന് നല്ല മാർക്കെന്ന് പറയുമ്പോൾ ഫുൾ മാർക്ക് കൊടുക്കണ്ട, പക്ഷേ ഒരുവിധം ഭേദപ്പെട്ട മാർക്ക് കൊടുത്തിട്ട് കുറച്ചൊരു തോളിൽ തട്ടിയാൽ അവന് കൂടുതൽ പരിശ്രമിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നേരെ മറിച്ച് നീ രക്ഷപ്പെടില്ല, നീ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല, നിനക്ക് 5 മാർക്ക്, നീ പൊക്കോ, നിനക്ക് പറ്റിയ വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ അവൻ്റെ മാനസികാവസ്ഥ എന്താ? അതാണ് ഞാൻ കാണുന്നത്. പക്ഷേ പ്രേക്ഷകരിൽ ഒരു വിഭാഗം പറയുന്നു ജഗദീഷ് അങ്ങനെയല്ല, തോളി തട്ടേണ്ട കാര്യമൊന്നുമില്ല. നിശ്ചിതമായ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അവരോട് പറയണം, ഇത് പരമ ബോറാണെന്ന് പറഞ്ഞ് അവരെ ശരിയാക്കണം, അല്ലെങ്കിൽ അവരെ നേരിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നു. എൻ്റെ സമീപനം എന്ന് പറയുന്നത് കുറച്ചൊരു മൃദുവായി തോളിൽ തട്ടി ആശ്വസിപ്പിച്ച് കൊള്ളാം, പക്ഷെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. വിധികർത്താവിന് 100% സാർ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും വിധികർത്താവെന്നുള്ള വേഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലൊക്കെ വരാൻ സാധ്യതയുള്ള തരത്തിൽ അത്രത്തോളം 8 വർഷമൊക്കെ ഒരു റിയാലിറ്റി ഷോയുടെ ജഡ്ജാവുക എന്നൊക്കെ പറഞ്ഞിരുന്നാൽ വലിയ കാര്യം തന്നെ. അപ്പോൾ ആ റെക്കോർഡ് എന്നെ സംബന്ധിച്ചിടത്തോളം, ആ റെക്കോർഡ് എന്തുകൊണ്ട് അത് ഞാൻ ആസ്വദിച്ചിരിക്കുന്നതാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക നേട്ടത്തിനപ്പുറം മാനസികമായ സന്തോഷം, ഒരു അധ്യാപകൻ്റെ വേഷം ഞാൻ കൈയാളുമ്പോൾ
അവിടെ വീണ്ടും കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ആ സന്തോഷം, ആ സംതൃപ്തി, ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ഞാൻ കാണിച്ചിട്ടുള്ള താല്പര്യം, കലാരംഗത്ത് എനിക്ക് അതേപടി ആവർത്തിക്കാനുള്ള അവസരമാണ് ഈ റിയാലിറ്റി ഷോ ഒരുക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയാണ് ഈ റിയാലിറ്റി ഷോയുടെ ആ വേദിയിലേക്ക് ഞാൻ കടന്നു വരുന്നത്. അവിടെ ജഡ്ജ് എന്നതിനപ്പുറം ഒരു തലമുറയെ മെച്ചപ്പെടുത്താൻ വേണ്ടി അവരുടെ കൂട്ടത്തിൽ ഒരാൾ, അവരുടെ ഒരു മൂത്ത സഹോദരൻ, ആ രീതിയിൽ കാണാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അവരെ നന്നാക്കി എടുക്കണം. അവരിൽ ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളെ അടച്ച് ആക്ഷേപിച്ച് വെട്ടി നിരത്തി കൂമ്പടയുന്ന തരത്തിലാക്കുക എന്നുള്ളതല്ല എൻ്റെ നയം.